ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സീക്വൻസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ടൈപ്പ് ഓഫ് സീക്വൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കാൻ വേണ്ടി ഒന്ന് വേണമെങ്കിൽ പറയാം. ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് സീക്വൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് ആൻഡ് പാറ്റേൺ ബേസ് ചെയ്തുകൊണ്ട് സീക്വൻസിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? അരിത്തമെറ്റിക് സീക്വൻസ്, ജിയോമെട്രിക് സീക്വൻസ് ആൻഡ് ഫിബൊനാച്ചി സീരീസ്. ഓക്കെ, ടുഡേ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് മോർ ഇൻ ടു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. ഓൾറെഡി നിങ്ങൾ 10th പഠിച്ചിട്ടുള്ളതാണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും. വി വിൽ ബി ഗിവിംഗ് മോർ എക്സാമ്പിൾസ് വാട്ട് അരിത്തമെറ്റിക്കൽ സീക്വൻസ് എക്സാക്ട്ലി ഈസ് ആൻഡ് സം പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസും നമ്മൾ ഇന്ന് കവർ ചെയ്യും. അതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ അജണ്ട. സോ ലെറ്റ്സ് ബിഗിൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഓൾസോ നോൺ ആസ് അരിത്തമെറ്റിക് സീക്വൻസ്, രണ്ടും ഒന്നാണ്. പ്രത്യേകിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്താൻ ഒന്നുമില്ല. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെ വരും? എ പ്ലസ് ടി, എ പ്ലസ് 2d. ഫോർ എക്സാമ്പിൾ, സ്റ്റാൻഡേർഡ് ഫോം ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിനെ നമുക്കിങ്ങനെ ഫസ്റ്റ് ടേം വെച്ചും അതിന്റെ ഡിഫറൻസ് വെച്ചും എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 ആണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2, കോമൺ ഡിഫറൻസ് എന്താണ്? How will be getting common difference? Second term minus first term, that is 4 minus 2 gives you common difference. Okay, 2 plus 2, okay, 2 plus 2 into 2, like that, 4. Okay, ആദ്യം ഡിഫറൻസിന്റെ ഒരു വട്ടം ആഡ് ചെയ്യും, പിന്നെ ഡിഫറൻസ് ഇൻറ്റു 2 ടൈംസ് ഡിഫറൻസ് ആഡ് ചെയ്യും. നെക്സ്റ്റ് എന്തായിരിക്കും? എ പ്ലസ് 3d. 3 ടൈംസ് ഡിഫറൻസ് നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോമും എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് nth ടേം ഓഫ് ആൻ എ പിയുടെ ഫോർമുലയാണ്. nth ടേം ഓഫ് ആൻ എ പി ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. nth ടേം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ 2, 4, 6, 8. ഇതിലെ തേർഡ് ടേം ഇപ്പോൾ എന്താണ് നിങ്ങളോട് ചോദിച്ചാൽ എന്താണെന്ന് പറയും? തേർഡ് ടേം A3. A3 ക്യാൻ ബി ഫൗണ്ട് ബൈ ഹൗ? ഫസ്റ്റ് ടേം എന്തായിരുന്നു? 2 ആയിരുന്നു. ഫസ്റ്റ് ടേം 2, അതാണ് ഇവിടെ എ കൊണ്ട് റെപ്രസെന്റ്. ഫസ്റ്റ് ടേം പ്ലസ് എത്ര എൻ എത്രയാണ്? എ എന്നിന്റെ എൻ്റെ സ്ഥാനത്ത് 3 കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ എത്ര കൊടുക്കും? 3 മൈനസ് 1 ഇൻറ്റു ഡി. എത്രയാ? ഡി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡി ഈക്വൽ ടു 2. സോ വാട്ട് ഈസ് ദ തേർഡ് ടേം? 2 പ്ലസ് 3 മൈനസ് 2 ഈസ് 2. 2 ഇൻറ്റു 2 4, ദാറ്റ് ഈസ് 6. കിട്ടി. അങ്ങനെ എവിടെയെങ്കിലും കിടക്കുന്ന ഫസ്റ്റ് ടേമോ ഫസ്റ്റ് ടേം ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ എത്രയാമത്? 10th കിടക്കുന്ന, 10th കിടക്കുന്ന ടേം എന്ത്, 12th കിടക്കുന്ന ടേം എന്ത്, 20th കിടക്കുന്ന ടേം എന്ത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് nth ടേം ഓഫ് ആൻ എ പി. മറിച്ചും വരാം, nth ടേം തന്നിട്ടുണ്ടായിരിക്കും, നിങ്ങളടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറയും? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കാണാൻ പറയും. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫോർമുല എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ബാക്കിയെല്ലാം ഫോർ എക്സാമ്പിൾ 1, 2, 3, 4 വേരിയബിൾസ് ഉണ്ടല്ലേ? 1, 2, 3, 4. ഇതിൽ 3 എണ്ണം എപ്പോഴെങ്കിലും തന്നിട്ടുണ്ട്. എയും എന്നും ഡിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? എൻ കാണാം. എയും ഡിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? എൻ കാണാം. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത് എന്ത് ടേം തന്നിട്ടുണ്ട്, എ കാണാനോ ഡി കാണാനോ ഒക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, വേർ എ എൻ ഈസ് ദ nth ടേം, എ ഈസ് ദ ഫസ്റ്റ് ടേം, n ഈസ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എ പി. ഇത് ഇപ്പൊ എ പി ആയിട്ട് എടുത്തതിൽ എത്ര ടേം ഉണ്ട്? 1, 2, 3, 4, 4 ടേം. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാണ്? 4. ഡി എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് A2 മൈനസ് A1. A2 മൈനസ് A1 ഗീവ്സ് യു ഡി. A2 മൈനസ് A1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് കിട്ടും, ഡി. ഇനി ലെറ്റ്സ് സീ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഓൾറെഡി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദ എക്സാമ്പിൾ 2, 4, 6, 8. ഓൾറെഡി തന്നിട്ടുള്ള നമ്മളെല്ലാത്തിൻ്റെയും കോമൺ എക്സാമ്പിൾ ഇതായിരിക്കും. 2, 4, 6, 8. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എന്താ? ഇഫ് എ കോൺസ്റ്റന്റ് ഈസ് ആഡഡ് ടു ഈച്ച് ടേം ദ റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് എ പി. ഒരു കോൺസ്റ്റന്റ്, ഒരു സംഖ്യ പറഞ്ഞ് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് 3. അതാണ് നമ്മുടെ കോൺസ്റ്റന്റ്. നമ്മുടെ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താണ്? 3. അവരെന്താ പറയുന്നത്? ഇഫ് എ കോൺസ്റ്റന്റ് ഈസ് ആഡഡ് ടു ഈച്ച് ടേം ദ റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് എ പി. ഇതിൽ ഓരോ ടേമിന്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും എന്നാണ് പറയുന്നത്? എ പി. ലെറ്റ്സ് ചെക്ക്. ദാറ്റ് ഈസ് 2ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? 3. ദാറ്റ് ഈസ് 5. ദിസ് ഗോസ് ടു 7, 9, ലാസ്റ്റ് വൺ ഈസ് 11. കിട്ടി. ഈ കിട്ടിയ സീക്വൻസും എ പി ആണോ അല്ലയോ? കോമൺ ഡിഫറൻസ് നോക്കി. 7 മൈനസ് 5 ഈസ് 2, 9 മൈനസ് 7 ഈസ് 2, 11 മൈനസ് 9 ഈസ് 2. സോ
ഇതെന്താണ്, ഒരു വാലിഡ് കേസാണ്. എ പിയിലെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓൾറെഡി തന്നിട്ടുള്ള എ പിന്റെ കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് 3ഓ 2ഓ 1ഓ 5ഓ എനി നമ്പർ, ഇഫ് യു ആർ ആഡിങ് എ കോൺസ്റ്റന്റ് നമ്പർ ടു എ ഗിവൺ എ പി, റിസൾട്ടിങ്ങും എന്താണ്, എ പി ആയിരിക്കും. റിസൾട്ടിങ് സീക്വൻസും നമുക്ക് എന്താണ് കിട്ടുന്നത്, എ പി ആണ് കിട്ടുന്നത്. ഫോർ ട്രൂ ഓർ ഫോൾസ് നിങ്ങൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ട്രൂ ഓർ ഫോൾസ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ: ഇഫ് എ കോൺസ്റ്റന്റ് ഈസ് ആഡഡ് ടു എ ഗിവൺ എ പി, വാട്ട് വിൽ ബി ദ റിസൾട്ട്? എ പി ആണോ, ജി പി ആണോ, ഫിബിനോക്കി സീരിയൻസ് ആണോ, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? സോ ഇഫ് എ കോൺസ്റ്റന്റ് ഈസ് ആഡഡ് ടു ഈച്ച് ടേം, ദ റിസൾട്ടിങ് സീക്വൻസ് ഈസ് ആൻ എ പി. ഒരു എ പിയുടെ കൂടെ പിന്നെ നിങ്ങൾ കോൺസ്റ്റന്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഓൾറെഡി ഒരു എ പി തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എ പി ആയിരിക്കും. സോ ലെറ്റ് സി വാട്ട് ഈസ് പ്രോപ്പർട്ടി നമ്പർ 2 സേസ്. ഇഫ് എ കോൺസ്റ്റന്റ് ടേം ഈസ് സബ്ട്രാക്റ്റഡ്. ഓക്കെ, ഇവിടെ അഡീഷൻ ആണ് ചെയ്തതെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ്, നമ്മളിപ്പോഴും ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് 1 ആയിട്ട് എടുക്കാം. 3 ആയിട്ട് എടുത്താലും തെറ്റൊന്നുമില്ല, നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടും. ടു അവോയ്ഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് മേക്ക് ദിസ് സിമ്പിൾ, ഞാൻ എന്തായിട്ട് എടുത്തു? 1 ആയിട്ട് എടുത്തു. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ എന്താണ്? 2 4 6 8. ഓക്കെ, ലെറ്റ് സി വാട്ട്സ് ഹാപ്പനിങ്. ഇഫ് എ കോൺസ്റ്റന്റ് ടേം ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ടേം ഓഫ് ആൻ എ പി, തന്നിരിക്കുന്ന എ പിയിൽ നിന്നും കോൺസ്റ്റന്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? അതും എന്തായിരിക്കും? ഒരു എ പി ആയിരിക്കും. സോ 2 1 കുറച്ചാൽ 1, 4 1 കുറച്ചാൽ 3, 6 1 കുറച്ചാൽ 6 - 1 is 5, 8 1 കുറച്ചാൽ 7. സി, ഇതും ഒരു എ പി ആണ്. ദിസ് വാസ് അവർ ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് വി ഡു ഹിയർ? നമ്മൾ ഒരു കോൺസ്റ്റന്റ് ടേം എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. തന്നിരിക്കുന്ന എ പി ഒരു കോൺസ്റ്റന്റ് ടേം സബ്ട്രാക്ട് ചെയ്തു. ദ റിസൾട്ടന്റ് വിൽ സീക്വൻസ് വിൽ ഓൾസോ ഗീവ് ആൻ എ പി. കോമൺ ഡിഫറൻസ് എത്ര? 2. കോമൺ ഡിഫറൻസ് എത്ര? 2. കോമൺ ഡിഫറൻസ് എത്ര? 2. ദിസ് ഈസ് വാട്ട് പ്രോപ്പർട്ടി നമ്പർ 2 സേസ്. സോ നമ്മൾ എന്താണ് നോക്കിയത്? വാട്ട് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്? വി ഹാവ് ഗിവൺ എ ഡെഫിനിഷൻ ഫോർ അരിത്തമെറ്റിക് സീക്വൻസ്. എ സീക്വൻസ് an a1 a2 etc up to an is called an arithmetic sequence or arithmetic progression if അതിന്റെ മുന്നേ കിടക്കുന്ന ടേം എന്ന് പറയുമ്പോൾ തൊട്ട് പിന്നെ കിടക്കുന്ന ടേമിന്റെ കൂടെ എന്ത് കൂട്ടാം? കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ കിട്ടുന്ന ടേം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 6 can be obtained by adding 4 plus 2. 6 തേർഡ് ടേം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. അങ്ങനെ കണ്ടിന്യൂസ്ലി കിട്ടുന്ന ടേംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? എ പി എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, എ സീക്വൻസ് a1, a2 എക്സെട്ര അപ് ടു an. കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും? തൊട്ട് മുന്നത്തെ ടേം എന്ന് പറയുമ്പോൾ തൊട്ട് പിന്നത്തെ ടേമിൻ്റെ കൂടെ ഒരു ഡിഫറൻസ് ആഡ് ചെയ്യണം. ആ ഡിഫറൻസ് എല്ലാ നമ്പേഴ്സിനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. 6 കിട്ടാൻ വേണ്ടി 4ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 2 ആഡ് ചെയ്തു. 8 കിട്ടാൻ വേണ്ടി 6ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 2 ആഡ് ചെയ്തു. 4 കിട്ടാൻ വേണ്ടി 2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 2 ആഡ് ചെയ്തു. അപ്പോൾ എല്ലായിടത്തെയും കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. സോ ലെറ്റ് സി വാട്ട് ഈസ് പ്രോപ്പർട്ടി നമ്പർ 3. Property number 3 says, if each term of an AP is multiplied by a constant, then the resulting sequence is also an AP. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ 2 പ്രോപ്പർട്ടീസ് എന്തായിരുന്നു നോക്കിയത്? നമ്മൾ ആഡ് ചെയ്ത് നോക്കി, നമുക്ക് കിട്ടിയത് എ പി ആയിരുന്നു. നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കി, നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എ പി ആണ്. ഇവിടെ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? നമ്മൾ മൾട്ടിപ്ലൈ നോക്കുന്നു. മൾട്ടിപ്ലൈ നോക്കുമ്പോഴും നമുക്ക് എന്താണോ കിട്ടുന്നത് നോക്കുന്നു? എ പി ആണോ കിട്ടുന്നത് നോക്കുന്നു. പ്രോപ്പർട്ടി നമ്പർ 4 അപ്പോൾ എന്തുമായിരിക്കും? ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴും എ പി ആണോ കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. സോ പ്രീവിയസ്ലി എടുത്ത എക്സാമ്പിളായ 2 4 6 8 തന്നെ ഇവിടെ എടുക്കാം. സോ if each term of an AP is multiplied by a constant, എന്തായിട്ട് എടുക്കാം? കോൺസ്റ്റന്റിനെ let that constant be 3. ഓക്കെ, 3 കൊണ്ട് എല്ലാവരെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ടേം becomes 6, second term becomes 12, then next term becomes 18, next term becomes 24. ഇതൊരു എ പി ആണോ? Of course this is an AP. Why? Because common difference എന്താണ് ഇവിടെ? 6. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6. സോ ഗിവൺ എ പിൻ്റെ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് നമ്പറായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടിയ റിസൾട്ടും എന്താണ്? എ പി തന്നെയാണ്. Now let's see what is property number 4. If each term of an AP is divided by a non-zero constant. Okay, keep an eye on that. എന്ത് പറയുന്നു? നോൺ സീറോ ഡിവൈഡ് ചെയ്തോ, പക്ഷെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യരുത്? 0 കൊണ്ട്. വൈ? ബിക്കോസ് ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, നമ്മളിവിടെ എക്സാമ്പിൾ കുറച്ച് മാറ്റി എടുക്കണോ? വേണ്ട, നമുക്ക് 2 4 6 8 തന്നെ എടുക്കാം. 2 4 6 8 ആണ് നമ്മുടെ എക്സാമ്പിൾ. നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് ടേമിനെ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ഇത്രയും നേരം നമ്മൾ 3 ആണ് യൂസ് ചെയ്തത്. നൗ ലെറ്റ്സ് യൂസ് 2. നമ്മുടെ കോൺസ്റ്റന്റ് ടേം എന്താണ്? 2.
അത് വെച്ച് എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും എന്താണോ എന്നാണ്, എ പി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് സി വാട്ട് ഈസ് 2/2. ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ 2 വെച്ച് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തൊക്കെയായിരിക്കും കിട്ടുന്നത്? 2/2 ഈസ് 1, 4/2 ഈസ് 2, 6/2 ഈസ് 3, 8/2 ഈസ് 4. നമുക്ക് കിട്ടിയത് 1, 2, 3, 4. ഓഫ് കോഴ്സ് യു ഓൾ നോ ദാറ്റ് 1, 2, 3, 4 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതിൽ ആർക്കും ഡൗട്ട് ഇല്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ അഡിഷൻ പെർഫോം ചെയ്താലോ, സബ്ട്രാക്ഷൻ പെർഫോം ചെയ്താലോ, മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്താലോ, ലാസ്റ്റ് വൺ എന്താണ്, ഡിവിഷൻ പെർഫോം ചെയ്താലോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെ ആയിരിക്കും? എ പി തന്നെ ആയിരിക്കും. നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, 4 പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ആഡ് ചെയ്തോ, ഗിവൺ എ പിയിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സും എന്തായിരിക്കും? എ പി തന്നെ ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് സി 2 പുതിയ ഫോർമുല അല്ല, ദിസ് ഓൾറെഡി യു നോ. സം കാണാൻ തന്നിട്ടുള്ള എ പിയിൽ 1, 2, 3, 4 4 ടേമുള്ള എ പിയുടെ സം കാണാൻ പറഞ്ഞാൽ വിൽ ബി കൗണ്ടിങ് 2 + 1 3, 3 + 3 6, 6 + 4 10. പക്ഷേ 4 ടേം ആയതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റി, 2, 1, 3, 6, 10 എണ്ണി പറയാൻ പറ്റി. പക്ഷെ 100 ടേം തന്നിട്ട് സമ്മ് കാണാൻ പറഞ്ഞാലോ? അങ്ങനത്തെ കേസിൽ യൂസ് ചെയ്യേണ്ട 2 ഫോർമുലയാണ്. അതെന്തിനാ സമ്മ് കാണാൻ അപ്പോഴും 2 ഫോർമുല? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ഫോർമുലയായ SN = n/2 × A + L എന്ന് പറഞ്ഞ ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാട്ട് ഈസ് A ഹിയർ? യു ഓൾറെഡി നോ. A is the first term. So what will be L? Any guess? L will be the last term. ലാസ്റ്റ് ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് L. Okay. For example, what is the sum of this AP when the first term is 1, last term is L, number of terms is 1, 2, 3, 4. Okay, 1, 2, 3, 4 നമ്മുടെ AP ഇതാണ്. ഇതിന്റെ സമ്മ് കാണാൻ പറഞ്ഞാലോ? എത്ര ടേംസ് ആണ്? 1, 2, 3, 4. അപ്പോൾ n എത്ര? n is equal to 4. ഫോർമുല ഇടാം. S4 is equal to 4/2 into first term. What is the first term? 1. The first term is 1. 1 plus last term is 4. So the answer will be 4/2 is 2. 1 plus 4 is 5. That is 10. Any doubt? നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ഉത്തരം എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. സോ എപ്പോഴാണ് ഈ ഫോമിൽ യൂസ് ചെയ്യുന്നത്? SN = n/2 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം വെൻ യു ആർ ഗിവൺ ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമുലയാണ് ഈ പറയുന്നത്. ഇനി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടില്ല, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ആകെ 2 ടേമേ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? തന്നിട്ടുള്ളൂ. ഏതൊക്കെയാണ് 2 ടേം? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. എന്നിട്ട് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്. സോ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് എത്ര ടേംസ് ആണ്? 4 ടേംസ്. സോ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 4 കൊടുത്തു. 2 into വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? 1. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? 1. ഓക്കെ, പ്ലസ് എത്ര ടേം ആണ്? 4. 4 minus 1. What is common difference here? Common difference എത്രയാണ്? D. What is D? D here. Second term minus first term. D is 1. D നമ്മൾ ഫൈൻഡ് ചെയ്തു. That is 4/2 into 2 plus 4 minus 3. Okay. What is this? 4/2 is 2. 2 into 5 is 10. ഓക്കെ, അപ്പോൾ 2 ഫോമുല എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 10. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. എപ്പോഴാണ് ഈ 2 ഫോമുലയും യൂസ് ചെയ്യേണ്ടത്? വെൻ ദ ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഇസ് ഗിവൺ. സിമ്പിൾ. നമ്മുടെ ഓപ്പറേഷൻസ് കുറച്ചുകൂടി സിമ്പിളായി സമ്മ് കാണാൻ എളുപ്പമാണ്. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്പർ ഓഫ് ടേംസും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോമുല ഇട്ടാൽ മതി. ദി സ്മോൾ ഫോമുല SN = n/2 × A + L. വെൻ ദ ലാസ്റ്റ് ടേം ഇസ് നോട്ട് ഗിവൺ. ലാസ്റ്റ് ടേം തന്നിട്ടില്ല. ബാക്കി നമ്മുടെ കയ്യിൽ ആരൊക്കെ ഉണ്ട്? ഫസ്റ്റ് ടേമും n കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വിൽ ബി യൂസിങ് SN = n/2 × 2A + n - 1 × T. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എത്ര ഫോമുലാസ് പഠിച്ചു? ഓൾറെഡി AN കാണാനുള്ള ഫോമുല കഴിഞ്ഞ ഷീറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സമ്മ് കാണാനുള്ള 2 ഡിഫറെൻറ്റ് ഫോമുലയും നമ്മളിപ്പോൾ പഠിച്ചു. ദെൻ യു നോ വാട്ട് ദ ജനറൽ ഫോം ഓഫ് ആൻ AP ഈസ്. ഒരു AP യിലെ ജനറൽ ഫോം എങ്ങനെ ഇരിക്കും? A + D, A + 2D. ഇതാണ് ജനറൽ ഫോം ഓർ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ആൻ AP. സോ ദാറ്റ്സ് ഇറ്റ്. Now let's see what arithmetic mean means. Arithmetic mean, AM, in short form AM. Arithmetic mean എന്താണെന്നുള്ളത് നോക്കാം. Please don't see this, okay? ഇപ്പം ഞാൻ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവും. So see what I'm going to write. Given 2 numbers A and B. Okay, നിങ്ങൾക്ക് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനത് 1 ഉം 3 എന്നും എടുത്തു. Given 2 numbers A and B.
we can insert a number between a. ഇവിടെ ഞാൻ എന്തെന്ന് വിളിച്ചു a. So we can insert a number between these two numbers so that ഈ 3 നമ്പേഴ്സും എന്തായിരിക്കണം, അരിത്തമെറ്റിക് സീക്വൻസിലായിരിക്കണം. ഓക്കെ, that the 3 numbers are in AP such that, okay, അത് മാത്രം നോക്കിയാൽ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്താണ് പറയുന്നത്? ഗിവൺ 2 നമ്പേഴ്സ്, 2 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത് നിങ്ങൾ ഒരു നമ്പർ അതിലോട്ട് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. യു ആർ ഗിവൺ 2 നമ്പേഴ്സ് 1 and 3. ഇൻസേർട്ട് എ നമ്പർ between 1 and 3 such that 1, the new number, and the 3, these 3 form an AP. So ആ നടുക്കുള്ള സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനുള്ള ഫോമുലയാണ് പറയുന്നത്. പുതിയ നമ്പർ, the new number, let that new number be x. പുതിയ നമ്പർ എന്ന് വെച്ചാൽ 1 plus 3/2 by 2 കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, by 2, 1 plus 3/2, that is 4/2, 2. അപ്പോൾ ഈ നമ്പർ എന്താണെന്ന് പറയുന്നത് 2. So 1, 2, 3 are in AP. ഇനി നമുക്ക് ഇതിലോട്ട് വരാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗിവൺ 2 നമ്പേഴ്സ് 1 and 3, you have to find a new number that must fit in between 1 and 3. ഓക്കെ, 1നും 3നും ഇടയിൽ ഒരു പുതിയ നമ്പർ കണ്ടുപിടിക്കണം. So that the result is like 1, the new number, and 3 form an AP. അത് കിട്ടി. എങ്ങനെ കിട്ടി? ലെഫ്റ്റ് എക്സ്ട്രീമെന്റിൽ കിടന്ന നമ്പരും റൈറ്റ് എക്സ്ട്രീമെന്റിൽ കിടന്ന നമ്പരും കൂടെ ആഡ് ചെയ്തു, by 2 ചെയ്തു. അപ്പോൾ 2 കിട്ടി. 2 എടുത്ത് ഇവിടെ ഇട്ട് നോക്കിയപ്പോൾ ദിസ് ഇസ് ഇൻ AP. 1, 2, 3 ആർ ഇൻ AP. Okay, let's take one more example. Okay, 1, 2, 3, 4. Let's see what 5. Okay, let's try 5 there. Any doubt? Okay, അപ്പോൾ നടുക്കുള്ള നമ്പറാണ് വേണ്ടത്. എക്സ്ട്രീമെൻസിൽ 1ഉം 5ഉം ആണ്. നടുക്കുള്ള നമ്പർ എന്തായിരിക്കും? ന്യൂ നമ്പർ ഈസ് 1 plus 5/2, that is 6/2, that is 3. 3 ഇവിടെ ഇട്ട് കൊടുത്തത് ഒരു AP ആവോ? യെസ്. 1ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 3, 3ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 5. ഇത് കോമൺ ഡിഫറൻസ് ഈസ് 2, ദാറ്റ് മീൻസ് 1, 3, 5 ഈസ് AP. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വരാം. നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഗിവൺ 2 നമ്പേഴ്സ് A and B. Given 2 numbers A and B, we can insert a new number between them so that that new number B are in AP. ആ കിട്ടുന്ന 3 നമ്പേഴ്സ് എന്തിലായിരിക്കണം? AP ആയിരിക്കും. such that A is called arithmetic mean. ആ A ആണ് നമ്മൾ ഇതിൻ്റെ എന്ന് വിളിക്കുന്ന arithmetic mean. So what is arithmetic mean here? 2. What is arithmetic mean here? 3. So the formula to find arithmetic mean is A is equal to left number plus right number by 2. Left extreme number plus right extreme number by 2. ഇവിടെ എന്താണ് ചെയ്തത്? ഞാൻ D കണ്ടുപിടിച്ചു. എന്ന് A സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന D, അതേ D ആണ് ആയിരുന്നു Bന്നും ആരെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുമ്പോൾ D ഈസ് ഈക്വൽ ടു D. അങ്ങനെ ഇക്വേറ്റ് ചെയ്താണ് ഈ ഫോർമുല കണ്ടുപിടിച്ചത്. ഒന്നുകൂടെ പറയാം. യു ആർ ഗിവൺ 3 നമ്പേഴ്സ് A, capital A and B. Capital A minus small a is same as small b minus capital A. Small b minus capital A. ഇത് ചെയ്താലും D ആണ് കിട്ടുന്നത്, ഇത് ചെയ്താലും D ആണ്. ദാറ്റ് ഈസ് D ഈസ് ഈക്വൽ ടു D. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ക്യാപിറ്റൽ A ഇപ്പുറത്ത് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് A plus A എന്ത് കിട്ടി? 2A. 2A ഈസ് ഈക്വൽ ടു B അവിടെ തന്നെ ഉണ്ടായിരുന്നു, മൈനസ് A അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്തായി? പ്ലസ് A പ്ലസ് B. 2A ഈസ് ഈക്വൽ ടു A പ്ലസ് B. A ഈക്വൽ ടു A പ്ലസ് B ബൈ 2. സോ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല എന്താണ്? A ഈസ് ഈക്വൽ ടു A പ്ലസ് B ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് മീൻ കിട്ടും. വാട്ട് ഈസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് 1, 2 and 3? വാട്ട് ഈസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് 1, 2 and 3? ദാറ്റ് ഈസ് 1 plus 3/2. ദാറ്റ് ഈസ് 4/2. ദാറ്റ് ഈസ് 2. വാട്ട് ഈസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് 1, 3, 5? ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ ഈസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. ദാറ്റ് ഈസ് 1 plus 5/2. ദാറ്റ് ഈസ് 6/2. ദാറ്റ് ഈസ് 3. ദാറ്റ്സ് ഇറ്റ്.